ഹായ് കൂട്ടുകാരെ, ആരോഗ്യമായിരിക്കാൻ രാവിലെ നമ്മൾ നടക്കുന്നത് വളരെ നല്ലതാണ്. പ്രഭാത സവാരി അത് രാവിലെ തന്നെ നടക്കണം. എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഒരു ഗ്ലാസ് ചുക്കുവെള്ളം രാവിലെ എണീറ്റ ഉടനെ പല്ലൊക്കെ തേച്ച് വന്ന് കുടിക്കും. അതിനുശേഷമാണ് നടക്കാൻ ഇറങ്ങുന്നത്. ഇന്നലെ തന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇന്ന് രാവിലെ എണിച്ച് 5 മണിക്ക് എണിച്ച് 5:30 ഒരു കറി ഉണ്ടാക്കി, ചപ്പാത്തിക്കുള്ള കറി. അതിനുശേഷം കോഴിമുട്ട പുഴുങ്ങി വെച്ചു. അതിനെ ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ചപ്പാത്തിക്കുള്ള മാവും കുഴച്ചു വെച്ചു. ഇനിയാണ് നടക്കാൻ ഇറങ്ങുന്നത്. ഇങ്ങനെ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുന്നത് കൃത്യം 6 മണിക്ക് തന്നെ നമ്മുടെ വയറൊക്കെ ശുദ്ധിയാവാൻ ഉപകരിക്കും. അതിനുശേഷമാണ് നടക്കാൻ പോകുന്നത്. ചില ദിവസം കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് കൂട്ടുകാരെ. കുക്കറിൽ ഇങ്ങനെ അടുപ്പത്ത് വയ്ക്കും കഞ്ഞി. പയറൊക്കെ പൊട്ടിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കും. ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കും. കാലത്തെണീറ്റ് ഉപ്പേരിയും കൂടി വെച്ചിട്ടാണ് ഞാൻ നടക്കാനിറങ്ങാറ്. ആകാശത്തിപ്പോൾ ചന്ദ്രൻ പകുതിയായിരിക്കുന്നു. ചന്ദ്രന്റെ വൃദ്ധിയും ക്ഷയവും ഒക്കെ മാസങ്ങളോളം നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരം ഇപ്പോൾ പരപരാ വെളുത്തു തുടങ്ങി. ഇനിയാണ് നടക്കാൻ ഇറങ്ങുന്നത്. മെയിൻ റോഡാണ് വീടിൻ്റെ മുന്നിൽ. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ നടക്കാൻ. റോഡിൻ്റെ വലതുവശത്ത് കൂടെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാനിറങ്ങാൻ. എന്നാൽ പിന്നെ യാത്ര, പ്രഭാത സവാരി തുടങ്ങട്ടെ. കാക്കകളുടെ കരച്ചിൽ, പക്ഷികളുടെ ചിലക്കലൊക്കെ നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയും. ആളുകളൊക്കെ ഇതാ നടന്നു പോകുന്നുണ്ട്. അധികവും സ്ത്രീകളാണ് നടക്കുന്നത്. നീണ്ടുകിടക്കുന്ന റബ്ബർ തോട്ടങ്ങളാണ് റോഡിൻ്റെ ഇരുവശത്തും. പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും കൂടിച്ചേരുന്ന സംഗമ സ്ഥലമാണ് എടത്തനാട്ടുകര എന്ന സുന്ദരമായ ഗ്രാമം. ഞാനിപ്പോൾ 6:10 ഇറങ്ങിക്കഴിഞ്ഞു റോഡിലേക്ക്. റോഡ് ഇങ്ങനെ രാജവെമ്പാല പാമ്പ് പോലെ നീണ്ടു കിടക്കുകയാണ്. എത്ര സുന്ദരമാണെന്നോ കിളികളുടെ ശബ്ദവും കേട്ടിങ്ങനെ നടക്കാൻ. മനസ്സിനും ശരീരത്തിനും ഒരു ഉണർവാണ് ദിവസം മുഴുവൻ. മറിയാത്തപ്പോൾ ചായക്കടയൊക്കെ തുറന്നു. ആളുകളൊക്കെ ചായ കുടിക്കാൻ ഇങ്ങനെ വന്നു തുടങ്ങി. നല്ല സൂപ്പർ ചായയാണ് മറിയാത്തട കടയിലെ. റബ്ബർ മരങ്ങൾ ഇല പൊഴിച്ചു തുടങ്ങി. ഇവിടെ അധികം കാറ്റില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ നല്ലൊരു ഉണർവാണ് പണിയെടുക്കാനൊക്കെ. വാർദ്ധക്യം അങ്ങനെ ബാധിച്ച് കാണാറില്ല ഇവിടെ. എല്ലാവരും ചെറുപ്പക്കാരായി ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല തെളിഞ്ഞ ശുദ്ധമായ ജലം. ഇത്രയും ടേസ്റ്റുള്ള ഒരു വെള്ളം ഞാൻ എവിടുന്ന് കുടിച്ചിട്ടില്ല. അത്രയും സ്വാദാണ് വെള്ളത്തിന്. ഇവിടെ എണ്ണാമേട്ടന്റെ ചായക്കട ഉണ്ടായിരുന്നു. എന്നും നടന്നു വരുമ്പോൾ വർത്തമാനങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എണ്ണാമേട്ടൻ. ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു തന്ന കൂമ്പാച്ചി മലയാണ് ദൂരെ കാണുന്നത്. സൂര്യന്റെ കിരണങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങി. ഞാൻ ഈ റോട്ടിലൂടെ അങ്ങനെ നടത്തത്തിന്റെ സ്പീഡ് കൂട്ടാൻ പോകുന്നു. ഇതാ പോകുന്നു ഉപ്പുകുളത്തേക്ക് നമ്മുടെ ആന വണ്ടി. പിന്നാലെ ഒരു മോട്ടോർ സൈക്കിളും ഉണ്ട്. വഴി മാറി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. കാറ്റടിച്ചാൽ തന്നെ ഞാൻ ആ റബ്ബർ തോട്ടത്തിലേക്ക് മറിയും. അത്രയും ഊക്കോടെയാണ് ബസ് പോയത്. ഇതാ നിൽക്കുന്നു ചന്ദ്രൻ. എന്നും എന്നോടൊപ്പം ഒരു തുണയ്ക്കായി എന്ന വണ്ണം മൂപ്പരുണ്ട്. വൃദ്ധിയും ക്ഷയവും ഒക്കെ അനുഭവിച്ച് ഞാൻ പഠിച്ചു. അതാണ് എൻ്റെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഞാനിപ്പോൾ നടത്തത്തിന്റെ സ്പീഡ് കൂട്ടി തുടങ്ങി. ഇനി ഒരു കയറ്റമുണ്ട്. കയറ്റം കയറുമ്പോഴേക്കും ഞാൻ വിളിച്ചു. ആ കയറ്റത്തിൽ കൂടിയാണ് ഇതാ ഈ ലോറി പോകുന്നത്. നല്ല ലോഡാണ്. കയറ്റം കയറി അങ്ങനെ പതുക്കെയാണ് മൂപ്പര് പോണത്. പിന്നാലെ ഞാനും. അങ്ങനെ കയറ്റമൊക്കെ കയറി വന്നാൽ നമ്മുടെ സ്ഥിരം സാധനങ്ങൾ ഞാൻ വാങ്ങാറുള്ള വീരാൻകുട്ടിയാക്കടെ കടയാണ് വരാൻ പോകുന്നത്. അച്ഛനും അമ്മയും അല്ലാത്ത എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ കടയിലുണ്ട്. പച്ചക്കറി ആവട്ടെ, പലചരക്കാവട്ടെ, കുപ്പിമോര് വരെ ഇവിടെ വാങ്ങാൻ കിട്ടും. തൊട്ടടുത്ത് തന്നെ മണിയേട്ടന്റെ സുന്ദരമായ വാഴത്തോട്ടം. ആറ്റുനേന്ത്രൻ ഇങ്ങനെ കുലച്ച് കുലച്ച് നിൽക്കാൻ പോവുകയാണ്.
ഇതിന് തൊട്ട് തന്നെ ഒരു കോളനി ഉണ്ട്, ധാരാളം പണിക്കാർ താമസിക്കുന്നു. ഇവിടുത്തെ കാഴ്ചകളും വൈകുന്നേരം വരണം, കാണാൻ നല്ല രസമാണ്. തൊട്ടടുത്ത് തന്നെ റബ്ബർ കാടാണ്, ധാരാളം റബ്ബർ ഇലകൾ വീണ് കിടപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ വട്ടക്കൂറകൾ കാണും, പയ്യാനിപ്പാമ്പ്. കൊടിയ വിഷമാണതിന്. പക്ഷെ ഇവിടുത്തെ ആളുകൾക്ക് നല്ല ശ്രദ്ധയാണ്. അവർ അതിരാവിലെ എണീറ്റ് പാലൊക്കെ ഊറ്റി കടയിൽ കൊണ്ടുപോയി കൊടുക്കും, റബ്ബർ ഷീറ്റ് അടിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ. ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ വേർതിരിവൊന്നുമില്ല. നല്ല മതസൗഹാർദ്ദത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. നോമ്പുതുറ, കരിമനപ്പന്റെ പൂരം, പള്ളിപ്പൂരം, ജനകീയ ഉത്സവങ്ങളാണ്. എല്ലാ ജനങ്ങളും കൂടി ചേർന്ന് അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ താമസിക്കാൻ. ജനങ്ങളൊക്കെ നല്ല സ്വഭാവമാണ്. അതേപോലെ ഒരുപാട് പച്ചക്കറികളൊക്കെ അവർ ഉണ്ടാക്കും. അധ്വാനികളാണ് അവർ, സമ്പാദിച്ച് ജീവിക്കുന്ന ഒരു ജനത. ഇതെൻ്റെ വീടാണ്, അരുണോദയം. ഞാൻ അങ്ങനെ നടന്നെത്തി. 30 മിനിറ്റ് ഞാൻ നടന്നു. ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് 30 മിനിറ്റ് മാത്രം നടന്നാൽ മതിയാവും. അതിലേറെ നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എൻ്റെ വാഴകളൊക്കെ കുലച്ച് നിൽക്കുകയാണ്. വീടിൻ്റെ തൊടി, ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് തൊടിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞാൻ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ഇനി സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും. നേരം വെളുത്താൽ പത്രം വന്ന് കിടപ്പുണ്ടാവും. പാൽക്കാരി തങ്കമണി പാല് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇനി ആ പാല് വെച്ച് നല്ലൊരു ചായ ഉണ്ടാക്കി കുടിക്കണം. നാം നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് അധ്വാനിക്കണം, നന്നായിട്ട് വ്യായാമം ചെയ്യണം. ദിവസവും 30 മിനിറ്റ് നടന്നാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ പരിചയപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും വരും. നമ്മൾ കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നു, കൃത്യസമയത്ത് ഉറങ്ങുന്നു. നമ്മുടെ ദിവസത്തിന് ദൈർഘ്യം കൂടും. നല്ല തണുപ്പും മഴയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചുരുണ്ടുമൂടി ഇങ്ങനെ കിടന്നുറങ്ങും. ഇതങ്ങനെയല്ല. ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നു. പലവിധ മുഖങ്ങൾ നമ്മൾ ദിവസേന കാണുന്നു. നമ്മളെ കണ്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് വന്നില്ല എന്ന് ചോദിക്കാൻ ആളുകൾ ഉണ്ടാവുന്നു. പല ഉപകാരങ്ങൾ ഉണ്ടാവുന്നു. നമ്മളെ കൊണ്ട് അവർക്കും ഉണ്ടാകുന്നു. എല്ലാം സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. നടക്കുമ്പോൾ നിവർന്ന് നടക്കണം. കൈ രണ്ടും വീശി ഇളകി ഒന്ന് നടക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക്, കാലുകളിലേക്കും കൈകളിലേക്കും ഒക്കെ രക്തയോട്ടം വർദ്ധിക്കുന്നു. 30 മിനിറ്റിൽ കൂടുതൽ നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. 30 മിനിറ്റ് തന്നെ ധാരാളം മതിയാകും. രാവിലത്തെ പണികളൊക്കെ ഒരുക്കി ഒന്ന് നടന്നു വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള പണികൾ ചെയ്യാനൊക്കെ നല്ലൊരു ഉന്മേഷമാണ് ലഭിക്കുന്നത്. വയ്യ എന്ന് നമുക്ക് തോന്നുകയേയില്ല. എല്ലാം നമുക്ക് സാധിക്കും. അങ്ങനൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാവുക. ഒരു ദിവസം മുഴുവൻ ആ ഉന്മേഷം നമ്മളിൽ നിലനിൽക്കും. അമിത കൊളസ്ട്രോളിനെ ഈ നടത്തം കുറയ്ക്കും. രക്തസമ്മർദ്ദം കൂടുതലുണ്ടെങ്കിൽ അതും കുറയും. മാനസികമായ ഒരു സന്തോഷം കൂടി ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ടല്ലോ, അതും ഈ രക്തസമ്മർദ്ദം കുറയാനൊരു കാരണമാകും. നമ്മുടെ ശരീരത്തിന്റെ തടി കൂടുകയാണെങ്കിൽ അത് കൂടാതിരിക്കാൻ ഈ നടത്തം സഹായിക്കും. നമ്മൾ ഫുഡും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ നടത്തം നമുക്ക് തടി കുറയ്ക്കാൻ കൂടി ഉപകാരപ്പെടും. നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നിളകുന്നത് കൊണ്ട് തന്നെ ആഹാര വസ്തുക്കളൊക്കെ ദഹിച്ചു പോവാൻ എളുപ്പമാണ്. രാവിലെ 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. 1 ഗ്ലാസ്സെങ്കിലും കുടിച്ചിട്ട് വേണം നടക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പോകുന്ന ജലാംശം നമുക്ക് ക്ഷീണമുണ്ടാക്കും. നടന്നു വന്നതും കുളിക്കരുത്. വിയർപ്പൊക്കെ ഒന്ന് വറ്റിയ ശേഷം മാത്രം കുളിച്ചാൽ മതിയാകും. നടന്നു പോകുമ്പോൾ വർത്തമാനം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഫലം നമുക്ക് ലഭിക്കുകയില്ല. കാരണം വർത്തമാനം പറയുമ്പോൾ നമ്മുടെ വായയിലൂടെയാണ് ശ്വാസം എടുക്കുന്നതും വിടുന്നതും. മൂക്കിൽ കൂടെ ശ്വസിച്ച് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വിട്ട് അങ്ങനെ നടക്കണം. എങ്കിലേ അതുകൊണ്ടൊരു ഗുണം ഉള്ളൂ. നടക്കാനിറങ്ങുമ്പോൾ വാഹനങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഡ്രൈവർമാരൊക്കെ ചിലപ്പോൾ രാത്രി മുഴുവൻ വണ്ടി ഓടിച്ച് ഉറക്കം തൂങ്ങിയിട്ടായിരിക്കും വണ്ടി ഓടിക്കുക. നമ്മളെ ചിലപ്പോൾ കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക.
അതേപോലെ നേരം വെളുക്കുന്നതിന് മുമ്പേ നമ്മൾ പോകുമ്പോൾ കുറുക്കൻ, പന്നി, നായ തുടങ്ങിയ ജീവികളുടെ ശല്യം ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നേരം ഒരുവിധം വെളുത്തിട്ട് പോയാൽ മതിയാകും. മൊബൈലിൽ പാട്ട് കേട്ടും മൊബൈലിൽ ഓരോന്ന് കേട്ടും കൊണ്ട് നടന്നാൽ ഒരു പ്രയോജനവും ഇല്ലെന്നും കൂടി പറയട്ടെ. അപ്പോൾ ഈ നടത്തം കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് നമുക്കുള്ളത്. ശ്രദ്ധയോടുകൂടി സമയക്രമം പാലിച്ച് നടക്കുകയാണെങ്കിൽ നമുക്കെന്നും നമ്മുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ.